സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും അധികം ഡിബേറ്റ് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഗാന്ധിവധം. ഇത്രയധികം വാദപ്രതിവാദങ്ങൾ 48 മുതൽ ഇപ്പോൾ ഈ അവസാന നാളുകൾ വരെ ഇപ്പോഴും സ്റ്റിൽ ആ വാദവിവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഈ അടുത്ത കാലത്ത് പോപ്പുലറായിട്ടുള്ള ഫിലിം മേക്കർ ശ്രീ വിവേക് രഞ്ജൻ അഗ്നിഹോത്രിയുടെ ഒരു ട്വീറ്റ് ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. അപ്പോഴാണ് മനസ്സിലായത് നിഖിൽ അഡ്വാനി എന്ന് പറയുന്ന ഒരു ചലച്ചിത്രകാരൻ നമ്മുടെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വെബ് സീരീസ് ഹിന്ദിയിൽ ഒരു ചാനലിൽ അത് തുടർച്ചയായിട്ട് സംപ്രേഷണം ചെയ്യുന്നു. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. അതിൽ വിവേക് രഞ്ജൻ അഗ്നിഹോത്രി നിഖിൽ അഡ്വാനിയോട് കലഹിക്കുകയാണ്. വിഭജനത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഹിന്ദു ജിനോസൈഡിനെ നിങ്ങൾ വെള്ളപൂശുകയാണ്, നിങ്ങൾ അതിനെ ലഘൂകരിക്കുകയാണ്. അതിഭീകരമായിട്ടുള്ള കലാപങ്ങളും രക്തപ്പുഴകളും നിങ്ങൾ വളരെ ലൈറ്റായിട്ടാണ് അതിൽ ഒരു ചരിത്രത്തെ ആഖ്യാനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പക്ഷപാതം നിങ്ങൾ കാണിക്കരുതെന്ന് അദ്ദേഹം നിഖിൽ അഡ്വാനിയോട് കലഹിക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഉദാഹരണം പറഞ്ഞത് അന്ന് മുതൽ ഇന്ന് വരെ അതിപ്പോൾ ഗോപാൽ ഗോഡ്സെയുടെ നഥുറാം ഗോഡ്സെയുടെ മൊഴികളും കോടതിയിലെ വാദമുഖങ്ങളും മാത്രമല്ല, അതിനുശേഷം നടന്ന എത്രയോ ഡിബേറ്റുകൾ. ഗാന്ധിയെ ആര് വധിച്ചു, മഹാത്മാഗാന്ധി ആരാണ് കൊന്നതെന്നുള്ളത് ഒരു ഡിബേറ്റിംഗ് പോയിന്റായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി അടുത്ത കാലത്ത് ഒരു വലിയ നിയമക്കുരുക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഗാന്ധി RSS കൊന്നു എന്ന് പറഞ്ഞതിന്റെ പേരിലുള്ള നിയമ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. കോടതി വിധി മഹാത്മാഗാന്ധിയെ വധിച്ചതിന് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ചും അതിൽ RSSന് എന്താണ് പങ്കുള്ളതിനെ കുറിച്ചും അതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ വളരെ എളുപ്പത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാൻ അവര് ചാർത്തിക്കൊടുത്ത ഒരു ആരോപണമാണ് RSSന് മേലുള്ള ഗാന്ധിവധം. RSS തുടങ്ങി ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇതിന്റെ പേരിൽ RSSനെ നിരോധിക്കപ്പെടുന്നത്. ഇപ്പൊ RSSന് 100 വയസ്സാവാൻ പോവുകയാണ്. അടുത്ത വർഷം സംഘത്തിന് 100 വയസ്സാവും. ഈ 100 വയസ്സിനിടയിൽ ആദ്യത്തെ നിരോധനം ഈ ഗാന്ധിവധത്തെ തുടർന്നാണ്. അതിനുശേഷം അടിയന്തരാവസ്ഥയിലെ RSSനെ നിരോധിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലം അയോധ്യയിലെ തർക്കമന്ദിരം തകർന്നതിനെ തുടർന്നും RSSനെ നിരോധിച്ചിട്ടുണ്ട്. പ്രശ്നം ഇവിടെ ഗാന്ധി ആര് കൊന്നു എന്നുള്ളതോ ഗാന്ധി വധിക്കപ്പെടാനിടെ സാഹചര്യം എന്തോ എന്നുള്ളതല്ല, പ്രശ്നം RSS ആയിരുന്നു. ഇന്ത്യയിൽ എല്ലാ കാലത്തും കോൺഗ്രസിനും അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന എല്ലാവരും, എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകളും RSSനെ മുഖ്യ ശത്രുവായിട്ട് കാണണം എന്നുള്ള ഒരു നിലയാണ് സ്വീകരിച്ചത്. അപ്പൊ അതിന് ഏറ്റവും നല്ല ഉപാധികളിൽ ഒന്ന് RSSനെ എക്കാലത്തെയും ഒരു മുൾമുനയിൽ നിർത്താൻ അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിൽ നിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗാന്ധിവധമാണ്. അത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം നമുക്ക് നോക്കിയാൽ അറിയാം. എല്ലാം കഴിഞ്ഞ് അങ്ങാടിയിൽ തോൽക്കുമ്പോൾ അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ നമ്മുടെ പല നിരീക്ഷകന്മാരും പല പ്രമുഖരായിട്ടുള്ള അവതാരകന്മാരും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ RSSകാർ ഗാന്ധിയെ കൊന്നവരല്ലേ? അപ്പൊ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ, ഇന്നിപ്പോ ബംഗ്ലാദേശിലെ ഹിന്ദു ജിനോസൈഡിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുക. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഹിന്ദു വംശഹത്യയെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയം നമ്മുടെ ഇന്ത്യ വിഭജനവും സ്വാതന്ത്ര്യ സമരവും അതിൽ ഗാന്ധിജി എടുത്ത നിലപാടുകളുമാണ്. ഗാന്ധിജി രാഷ്ട്രപിതാവാണ്, എല്ലാവരും അംഗീകരിക്കുന്നവരാണ്, സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ നിന്നിട്ടുള്ള ആളാണ്, അഹിംസ സന്ദേശം ലോകത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അപ്പോഴും ഗാന്ധിയെ വിമർശിക്കാനും ഗാന്ധിജിയുടെ നയങ്ങളെ എതിർക്കാനും നമ്മുടെ ഡെമോക്രാറ്റിക് ഇന്ത്യ, നമ്മുടെ ജനാധിപത്യ രാജ്യം അവകാശം നൽകിയിട്ടുണ്ട്. ആ അവകാശത്തിന്റെ പേരിൽ പല ആളുകളും ഗാന്ധിജിയുടെ പല നിലപാടുകളും സ്വാതന്ത്ര്യ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും ഗാന്ധിജി ജീവിച്ചിരിക്കുമ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും RSSനെതിരെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായി
ഗാന്ധിവധം എന്നും RSSന്റെ തലയിൽ കെട്ടിവെച്ചു. പക്ഷെ RSS എന്താണെന്ന് പത്രപരസ്യങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും ടെലിവിഷൻ ചാനലുകളിലൂടെയും അല്ല ജനങ്ങൾ മനസ്സിലാക്കി. RSS എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് RSSലെ ഓരോ പ്രവർത്തകനെയും അവർ നേരിട്ട് കണ്ടുകൊണ്ടാണ്. അങ്ങനെ ഇന്ന് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയൊരു സന്നദ്ധ സംഘടന, ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു സന്നദ്ധ സംഘടനയായി ലക്ഷക്കണക്കിന് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ഉദാത്തമായിട്ടുള്ള ആശയമായി, ഒരു പ്രസ്ഥാനമായി, ഒരു സന്ദേശമായി, ഒരു വിചാരഗതിയായി RSS ലോകത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ RSS നിരോധനം ഏറ്റവും വലിയ അടിച്ചമർത്തലുകളിന് ഒരു ഉപകരണമായി പണ്ഡിറ്റ് നെഹ്റുവും അന്നത്തെ ഭരണകൂടവും എടുത്തു. വടക്കേന്ത്യയിൽ നടന്ന പല സംഭവ വികാസങ്ങളും പല രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ശൈശവാവസ്ഥയിലായിരുന്ന RSSനെ കേരളത്തിലെ പ്രവർത്തകരെ അതെങ്ങനെയാണ് സ്വാധീനിച്ചിരുന്നത്? ഗാന്ധിവധത്തിന്റെ നാളുകളിൽ കേരളത്തിൽ RSSനെതിരായിട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു വസ്തുതയാണ്. അടിയന്തരാവസ്ഥയെ തുടർന്നുണ്ടായ പല സംഭവ വികാസങ്ങളും അതിൽ RSSന് നേരിടേണ്ടി വന്ന പീഡനങ്ങളും ഇന്ന് ഏതാണ്ട് എല്ലാവരും പല രീതിയിൽ അത് ചരിത്രം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഗാന്ധിവധത്തെ തുടർന്നുണ്ടായ RSSന് കേരളത്തിൽ ഏൽക്കേണ്ടി വന്ന സംഭവങ്ങളെ സംബന്ധിച്ചും നടപടികളെ സംബന്ധിച്ചും അധികം ആൾക്കാർക്കും അറിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. മാന്യ സേതുവട്ടൻ അതിന് ഈ ഒരു പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് കേരളത്തിൽ RSSനെ എങ്ങനെയാണ് അത് സ്വാധീനിച്ചത്, RSS പ്രവർത്തകരുടെ ചെറുത്തുനിൽപ്പ് എങ്ങനെയായിരുന്നു, നാം നേരത്തെ വായിച്ചിട്ടുണ്ട്. ഗാന്ധി വധിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് പൂജനീയ ഗുരുജി കേരളത്തിൽ 3-4 ദിവസത്തെ പ്രവാസത്തിന് വേണ്ടി വന്നിരുന്നു. അന്ന് വലിയ പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് ശക്തികൾ നടത്തിയ പരിശ്രമങ്ങളും അതിനെതിരായിട്ടുള്ള സ്വയംസേവകരുടെ പ്രതിരോധവും എല്ലാം വലിയ വാർത്തകളിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ആ കാലയളവിൽ കേരളത്തിൽ ഏതാനും സ്ഥലങ്ങളിൽ മാത്രമാണ് RSS ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയുടെ കുറച്ച് സ്ഥലങ്ങൾ, പാലക്കാട് ജില്ലയുടെ കുറച്ച് സ്ഥലങ്ങൾ, എറണാകുളത്തും ആലുവയിലും ഒക്കെ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ, ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും ഒക്കെ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ, ചാവക്കാട്ടും തൃശ്ശൂരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ആ കാലത്ത് സംഘത്തിന് നേരിയ തോതിലെങ്കിലും പ്രവർത്തനം ഉണ്ടായിരുന്നത്. പക്ഷെ ആ കാലത്ത് പോലും ഈ ഒരു ആവശ്യം, ഈ ഒരു കാര്യം മുൻനിർത്തി, ഗാന്ധിവധം എന്നുള്ള ഒരു വസ്തുത മുൻനിർത്തി RSSനെ ദ്രോഹിക്കാൻ കേരളത്തിലും പരമാവധി പരിശ്രമം നടന്നിട്ടുണ്ട്. ഒരു സംഘടിത ശക്തി അല്ലാതിരുന്നിട്ടും ആത്മബലം കൊണ്ട് മാത്രം അന്നത്തെ സ്വയംസേവകന്മാര് അവരുടെ ആത്മബലം കൊണ്ട് മാത്രം സത്യാഗ്രഹങ്ങൾ സംഘടിപ്പിക്കാനും അതിനെ ചെറുക്കാനും RSSനെ നിരോധിച്ചതിനെതിരായിട്ട് പോരാട്ടം നടത്താനും ആ കാലത്തും കേരളത്തിൽ RSSന് സാധിച്ചിരുന്നു എന്നുള്ളതും ഒരു ചരിത്ര വസ്തുതയാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ പുസ്തകം എല്ലാ ചരിത്ര അന്വേഷികൾക്കും സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു മുതൽക്കൂട്ടായി മാറും എന്നെനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിന് വലിയ പ്രചാരം ലഭിക്കട്ടെ. കുരുക്ഷേത്ര പ്രകാശനം ഈ പുസ്തകവും കൂടുതൽ വിറ്റഴിക്കപ്പെടട്ടെ, ആളുകൾ ഇത് വായിക്കട്ടെ, തുടർന്നും ഡിബേറ്റുകൾ ഉണ്ടാവട്ടെ. ഇത് അവസാനിക്കാത്ത ഒരു ചർച്ചയായിട്ട് തുടരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്